ഫ്ലൈറ്റ് എവിടെയാണ് ലാൻഡ് ചെയ്യുന്നതെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും പറ്റും. യെസ്, ഇറ്റ്സ് മലേഷ്യ. ഇത്തവണ തക്കിറ്റുവിൻ്റെ ബർത്ത്ഡേ ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ പോണത് മലേഷ്യയിലോട്ടാണ്. അപ്പോൾ മലേഷ്യൻ എയർലൈൻസിൻ്റെ ബിസിനസ് ക്ലാസ്സാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ രാത്രി ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അവൾ ആദ്യം തന്നെ കയറിയിട്ട് നല്ലൊരു പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് ഉറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഞാനും വിഷ്ണുവേട്ടും പതിവ് പോലെ റെഡി ആയിരിക്കുകയാണ് എന്ത് ഫുഡാണ് വരുന്നതെന്ന് ആലോചിച്ചിട്ട്. അപ്പോഴാണ് നല്ല മലേഷ്യൻ സാറ്റയുടെ ഒരു പ്ലാറ്റർ കൊണ്ടു തന്നത്. അതും കഴിച്ച് നമ്മൾ സൈഡായി. ബൈ ദ വേ, ഈ ട്രിപ്പിൽ നമ്മളോടൊപ്പം 3 സ്പെഷ്യൽ ആൾക്കാരും കൂടി ഉണ്ട്. അപ്പം മേയും അപ്പുചേട്ടനും ലൂക്ക ബേബിയും കൂടെ തക്കിറ്റുൻ്റെ ബർത്ത്ഡേ ട്രിപ്പ് ആഘോഷിക്കാൻ നമ്മുടെ കൂടെ അങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ നല്ല ചൂട് ഫിൽറ്റർ കോഫി കുടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ബാറ്റു കേവ്സ് അങ്ങ് കണ്ടു തീർത്തു. ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആ ജോലി അങ്ങ് തീർത്താലോ എന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും ഒരുപോലെ ഏറ്റുപിടിച്ചു. അപ്പോൾ 272 സ്റ്റെപ്പുകളാണ് ഈ കയറേണ്ടത്. അപ്പുചേട്ടൻ ഒരു 10 പ്രാവശ്യമെങ്കിലും ആലോചിച്ച് കാണും ഏത് നേരത്താണ് ഇവളിവിടെ വരാൻ തോന്നിയത്. കാരണം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ മുഴുവൻ കണ്ടു തീർക്കാതെ ഞാൻ ഇറങ്ങാറില്ല. അതാണ് പതിവ്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ക്ഷീണിക്കുമായിരുന്നു. ഇതേ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഗുഹ കണ്ട പോലെ എനിക്ക് തോന്നിയിട്ട് എന്ത് ബ്യൂട്ടിഫുൾ അറിയാം. അകത്ത് ഇതുപോലെ കുട്ടി കുട്ടി കോവിലുകൾ നമുക്ക് കാണാൻ പറ്റും, ശ്രീവള്ളിയുടെയും മുരുകൻ്റെയും ഒക്കെ. അപ്പോൾ അവിടെ നിന്നപ്പോഴാണ് കുറേ മലയാളീസൊക്കെ വന്ന് കുറേ സംസാരിച്ച് ഭയങ്കര സന്തോഷമായി. അപ്പം ഓണം വെക്കേഷൻ കൂടി ആയതുകൊണ്ടാവാം ഒത്തിരി പേരെ ഞങ്ങൾ കണ്ടു കേട്ടോ. ദൈവന്മാരാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എല്ലാം ഏത് സമയത്ത് അടിച്ചുകൊണ്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നല്ല കരിക്കും വെള്ളം കുടിച്ച് നമ്മൾ നേരെ വിട്ടു ജെൻറ്റിങ്ങിലേക്ക്. ഒരു ചെറിയ സ്വിറ്റ്സർലൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ബാക്കി അടുത്ത വീഡിയോയിൽ.